നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 13.1-ൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ ഷോസ് ദ ഡെയിലി പോക്കറ്റ് അലവൻസ് ഓഫ് ചിൽഡ്രൻ ഓഫ് എ ലൊക്കാലിറ്റി. ദ മീൻ പോക്കറ്റ് അലവൻസ് ഈസ് ₹18. ഫൈൻഡ് ദ മിസ്സിംഗ് ഫ്രീക്വൻസി എഫ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തു വന്ന ക്വസ്റ്റ്യനിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ മിസ്സിംഗ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അതായത് ഒരു ലൊക്കാലിറ്റിയിലെ കുട്ടികൾക്ക് ഡെയിലി കൊടുക്കുന്ന പോക്കറ്റ് അലവൻസിൻ്റെ ഡേറ്റയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മീൻ പോക്കറ്റ് അലവൻസ്, അതായത് എക്സ് ബാർ നമുക്ക് തന്നിട്ടുണ്ട്, ₹18 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് മിസ്സിംഗ് ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ കാണും. ഒന്നും കൺഫ്യൂഷൻ ഇല്ല. നമ്മൾ ചെയ്തു വരുന്ന അതേ മെത്തേഡ് തന്നെ ചെയ്യുന്നു. എന്നിട്ട് വാല്യൂസൊക്കെ അപ്ലൈ ചെയ്യുന്നു. നമുക്ക് എക്സ് ബാർ തന്നിട്ടുണ്ട്, അതുകൊണ്ട് എഫ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇപ്പം ആദ്യം ഏത് മെത്തേഡിൽ ചെയ്യുന്നു എന്ന് നിങ്ങൾ തീരുമാനിക്കണം. അതായത് 3 മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡയറക്റ്റ്, അസ്യൂം മീൻ മെത്തേഡ്, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. അപ്പം നിങ്ങൾ ഡേറ്റ ഒന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ ക്ലാസ് മാർക്ക്, അതായത് ഇതിൻ്റെ മിഡിൽ വരുന്നത് എടുത്തിട്ട് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി ഒന്ന് കാൽക്കുലേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ അടുത്ത മെത്തേഡായ അസ്യൂം മീൻ മെത്തേഡ് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ നമ്പേഴ്സ് കിട്ടും അന്നേരം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷനും പിന്നെ അത് ആഡ് ചെയ്യുന്നതൊക്കെ കൂടെ വരുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഞാനിവിടെ നമ്മുടെ ടേബിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഫസ്റ്റ് നമ്മുടെ കോളം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ഡെയിലി പോക്കറ്റ് അലവൻസ്. ഇനി രണ്ടാമത്തത് നമ്പർ ഓഫ് ചിൽഡ്രൻ. നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഇത് ഞാൻ FI ആയിട്ട് എടുക്കുന്നു. എന്തൊക്കെയാണ്? 7, 6, 9, 13, F, 5, 4. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ ക്ലാസ് ഇൻ്റർവെല്ലായിട്ടാണ് നമ്മുടെ ഡേറ്റ നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് കണ്ടുപിടിക്കണം? ക്ലാസ് മാർക്ക് നമ്മൾ കണ്ടുപിടിക്കണം. ക്ലാസ് മാർക്ക് അതാണ് XI. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2. അതായത് 13 + 11/2. അപ്പോൾ എന്ത് വരും? 24/2, ദാറ്റ് ഈസ് 12. അതായത് 11-ൻ്റെയും 13-ൻ്റെയും മിഡിൽ വരുന്നത് ഏതാണോ അത് എഴുതുക. അപ്പോൾ 11-ൻ്റെയും 13-ൻ്റെയും കൂടെ മിഡിൽ വരുന്നത് 12. 13 + 15/2. അപ്പോൾ എന്ത് വരും? 28/2, ദാറ്റ് ഈസ് 14. അപ്പോൾ ചിലതിൻ്റെ നമുക്ക് മിഡിൽ വാല്യൂ എഴുതാൻ എളുപ്പമായിരിക്കും, ചിലത് പാടായിരിക്കും. പാടായിട്ടുള്ളത് നിങ്ങൾ അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2 ചെയ്ത് തന്നെ എഴുതുക കേട്ടോ. ഇവിടെ നമുക്ക് ഈസിയാണ് അല്ലേ? 15-ൻ്റെയും 17-ൻ്റെയും കൂടെ ഇടയ്ക്ക് വരുന്നത് 16. 17-ൻ്റെയും 19-ൻ്റെയും കൂടെ മിഡിൽ വരുന്നത് 18. ഇവിടെ 20. അടുത്തത് 22. അടുത്തത് 24. അപ്പോൾ നമുക്ക് ക്ലാസ് മാർക്കുകൾ ഇവിടെ കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി FI XI കണ്ടുപിടിക്കണമെങ്കിൽ നോക്കിയാൽ ഇവിടെ നമുക്ക് കുറച്ച് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വലിയ വാല്യൂസ് കിട്ടും അല്ലേ? അതുകൊണ്ട് നമുക്കിവിടെ എന്ത് ചെയ്യാം? അസ്യൂം മീൻ മെത്തേഡിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസി. അപ്പോൾ നമുക്ക് DI കണ്ടുപിടിക്കാം. DI ഈസ് XI മൈനസ് A. A ഈസ് അസ്യൂംഡ് മീൻ. അപ്പോൾ അതെന്ത് വരും? നമുക്ക് തന്നിട്ടുള്ള ഈ XIയിലെ സെൻട്രലിൽ വരുന്നത് ഏതാണോ അതാണ് നമ്മൾ A ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ എത്ര ഒബ്സർവേഷൻ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7. 7 ഉണ്ട്. അപ്പോൾ മിഡിലിൽ വരുന്നത് 4th 1 ആയിരിക്കും അല്ലേ? 1, 2, 3, 4. 18 ആണ് മിഡിലിൽ വരുന്നത്. അപ്പോൾ നമ്മൾ 18 എടുക്കുന്നു. 18. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? XI മൈനസ് A. ഇതാണ് നമ്മൾ A ആയിട്ട് എടുത്തത്. അപ്പോൾ 12 - 18, ദാറ്റ് ഈസ് -6. 14 - 18, that is -4. 16 - 18, that is -2. 18 - 18 is 0. 20 - 18 is 2. 22 - 18 is 4. അടുത്തത് 24 - 18 is 6. അപ്പോൾ നമ്മുടെ DI കിട്ടി. ഇനി അടുത്ത് എന്താ കണ്ടുപിടിക്കേണ്ടത്? അസ്യൂം മീൻ മെത്തേഡാണ്. അപ്പോൾ എന്താ? സിഗ്മ A + സിഗ്മ FI DI/FI ആണ്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് FI DI കണ്ടുപിടിക്കണം.
കണ്ടോ? ഇപ്പോൾ ഇവിടെ ഡി ഐ എന്ന് പറയുന്നത് 6, 4, 2 ആണ്. എക്സ് ഐ എന്ന് പറയുന്നത് 12, 14, 16 ആയിരുന്നു. ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്, നമുക്ക് എളുപ്പം പറ്റില്ല. പക്ഷേ ഇത് രണ്ടും കൂടെ നമുക്ക് എളുപ്പം ചെയ്തെഴുതാം അല്ലേ? 7 6 are 42, അപ്പോൾ നെഗറ്റീവ് 42. 6 4s are 24, അപ്പോൾ നെഗറ്റീവ് 24. 9 2s are 18, അപ്പോൾ നെഗറ്റീവ് 18. 13 into 0 is 0. എഫ് ഇൻറ്റു 2 ഇവിടെ വരുമ്പോഴാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ. അത് നിങ്ങൾ 2f ആയിട്ട് തന്നെ ഇവിടെ എഴുതുക കേട്ടോ. 2f. 5 4s are 20. 6 4s are 24. അപ്പം നമ്മൾ നമ്മുടെ കോളം എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എന്താ? ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്താണ്? എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഐ ഡി ഐ ബൈ സിഗ്മ എഫ് ഐ ആണ്. അപ്പോൾ എ നമുക്ക് കിട്ടി. ഇനി സിഗ്മ എഫ് ഐ വേണം നമുക്കല്ലേ? അപ്പോൾ സിഗ്മ എഫ് ഐ ഇവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഫ്രീക്വൻസിയിൽ ഒരെണ്ണം എഫ് ആണ്. അപ്പോൾ ഈ എഫ് വിട്ടിട്ട് ബാക്കിയുള്ളതെല്ലാം കൂടെ നിങ്ങൾ ആഡ് ചെയ്യുക, എന്നിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ എന്ത് വരും? 7 + 6 13, 13 + 9 22, 22 + 13 is 35, 35 + 5 40, 40 + 4 44 പ്ലസ് ഇവിടെ ഒരു എഫും കൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എഴുതുക, 44 + എഫ് എന്ന് നമുക്ക് കിട്ടി. ഇനി ഇതിനെ എല്ലാം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഈ നെഗറ്റീവ് സൈനുള്ളതെല്ലാം കൂടെ എന്ത് വരും? 40 60 70 80 84, നെഗറ്റീവ് 84 എന്ന് വരും. ഇത് രണ്ടും കൂടെ എഫ് വിട്ടിട്ട് ബാക്കിയുള്ളത് 44 എന്ന് വരും. ഇത് രണ്ടും കൂടെ ചെയ്താൽ നെഗറ്റീവ് 84ഉം പോസിറ്റീവ് 44ഉം കൂടെ നെഗറ്റീവ് 40 എന്ന് വരും. ഇവിടെ ഒരു 2f ഉണ്ടല്ലേ? അപ്പോൾ സിഗ്മ എഫ് ഐ ഡി ഐ നമുക്ക് എന്ത് കിട്ടി? 2f നമ്മൾ എഴുതുന്നു. 2f - 40. അപ്പോൾ ഈ എഫ് ഉള്ളത് നിങ്ങൾ അതേപോലെ എഴുതുക, ബാക്കിയെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് അതും നിങ്ങൾ സൈൻ നോക്കി എഴുതുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമുക്കിവിടെ വാല്യൂസ് സിഗ്മ എഫ് ഐ കിട്ടി, സിഗ്മ എഫ് ഐ ഡി ഐ കിട്ടി. എ നമുക്കറിയാം 18 ആണ് എന്നറിയാം. എക്സ് ബാർ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയായിരുന്നു? എക്സ് ബാർ ഈസ് 18. എക്സ് ബാറും 18 ആണ്. അപ്പോൾ നമ്മുടെ വാല്യൂസ് എല്ലാം നമുക്ക് കിട്ടിയല്ലോ. ഇനി നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ബാർ 18 ആണ്. അപ്പോൾ 18 ഈസ് ഈക്വൽ ടു എ ഈസ് 18 പ്ലസ് സിഗ്മ എഫ് ഐ ഡി ഐ അതെന്താണ്? 2f - 40 ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ ദാറ്റ് ഈസ് 44 പ്ലസ് എഫ്. ഇവിടെ നമുക്ക് കട്ട് ചെയ്യാനൊന്നും പറ്റില്ല. എന്ത് തന്നെ ചെയ്യണം? LCM തന്നെ എടുത്തിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 18നെ നമുക്ക് ഇങ്ങോട്ട് അങ്ങ് ആദ്യം കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും ചെയ്യാൻ. അപ്പോൾ 18, ഈ 18നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം -18 ഈസ് ഈക്വൽ ടു 2f - 40 ഡിവൈഡഡ് ബൈ 44 പ്ലസ് എഫ്. 18 - 18 ഈസ് 0. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു 2f - 40 ഡിവൈഡഡ് ബൈ 44 പ്ലസ് എഫ്. ഇനി ഞാൻ ഈ 44 പ്ലസ് എഫിനെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ എന്താവും? ഇതിങ്ങോട്ട് വരുമ്പം 0 ആയിട്ട് മാറും അല്ലേ? ഇതിവിടെ ഡിവിഷനാണ്, ഇപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആകും. അപ്പോൾ 0 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആയിട്ട് മാറും. ബാക്കി എന്തുണ്ട്? 2f - 40 ഈസ് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് 2f എന്ത് വരും? 2f ഈസ് ഈക്വൽ ടു 40. ഈ -40 ഇപ്പുറത്ത് വരുമ്പോൾ +40 ആവും. എഫ് ഈസ് ഈക്വൽ ടു 40/2 ഈസ് ഈക്വൽ ടു 20. അപ്പോൾ നമ്മുടെ മിസ്സിംഗ് ഫ്രീക്വൻസി നമുക്ക് കിട്ടി. എത്രയാണ്? 20 ആണ് നമ്മുടെ മിസ്സിംഗ് ഫ്രീക്വൻസി. അത് കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് കൂടെ എഴുതിക്കുക കേട്ടോ. ദ മിസ്സിംഗ് ഫ്രീക്വൻസി ഈസ് 20. അതല്ല, വളരെ സിമ്പിളാണ്. ഇപ്പോൾ നിങ്ങൾ മിസ്സിംഗ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറയുമ്പോൾ അയ്യോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഓർത്ത് ടെൻഷൻ ആവേണ്ട. നമ്മുടെ ഇക്വേഷൻ യൂസ് ചെയ്ത് അതേപോലെ തന്നെ അങ്ങ് ചെയ്തു പോവുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ എഫ് ഇല്ലാത്ത നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് പ്ലസ് ഇട്ടൊരു എഫും കൂടെ കൊടുക്കുക. ഇവിടെയും അതുപോലെ എഫ് ഉള്ളത് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ ആഡ് ചെയ്യുക. എന്നിട്ട് ആ എഫ് ഉള്ളതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുക കേട്ടോ. എന്നിട്ട് ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, ആൻസർ കിട്ടും. അപ്പോൾ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ബാക്കി ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.